ശ്രീ രാജൻ കേൾക്കാമോ? നമസ്കാരം. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഇതിപ്പോ ഇദ്ദേഹത്തെ പറ്റി അറിയുന്നത് നല്ലൊരു മനുഷ്യനാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പകാലം തൊട്ട് കേട്ടൊരു സംഗതിയാണ്. നല്ലൊരു പ്രവർത്തനമാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയൊക്കെയാണ്. പക്ഷെ ഇവിടെ വിഡ്ഢിത്തം പറ്റിയത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അന്വേഷണ സംഘത്തിനാണ്. കാരണം ഒരു ഓഫീസോ ഒരു സ്ഥാപനമോ റെയ്ഡ് ചെയ്യുമ്പോ ഇദ്ദേഹത്തിന് വേറൊരു സൈഡിലേക്ക് വിടാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൊബൈൽ പിടിച്ചു വെക്കുക, ശരീരത്ത് എവിടെയെങ്കിലും വല്ല ആയുധങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാതെ ഈ ജാതി വിഡ്ഢികളാണ് റെയ്ഡിന് പോകുന്നത്. സംഗതി അദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഈ ചെക്കിങ് നടക്കുമ്പോ ഈ വ്യക്തി റോയിയെ ശരീരത്തിൽ മൊത്തം ചെക്ക് ചെയ്ത് വല്ല ആയുധങ്ങൾ ഉണ്ടോ നോക്കണ്ടേ? അപ്പൊ ഇയാളുടെ മാനസികാവസ്ഥ എന്താ? അപ്പൊ ഈ ചെക്ക് ചെയ്യാൻ പോയവരതിലാണ് ഏറ്റവും വലിയ തെറ്റ്. അത് അവർക്കെതിരെ നടപടി എടുക്കണം. കോടതിയൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വേണ്ട നടപടിയായിട്ട് മുന്നോട്ട് പോകണം. ഇത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെന്നുള്ള നിലപാടിലും ചങ്കൂറ്റത്തിലും ഇപ്പൊ സാബു ജേക്കബിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ട്രാക്ക്, അതാണ് ഇതിന്റെ. പിന്നെ നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയില്ല. ആ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ശരി, അങ്ങനെ ചില സംശയങ്ങൾ കൂടി പല ആളുകളും ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു റെയ്ഡ് നടന്ന, ഇനി ആ റെയ്ഡ് ഏത് തരത്തിൽ നടന്ന റെയ്ഡാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഉണ്ട്. റെയ്ഡ് നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ ആരൊക്കെയാണോ ജീവനക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ ഉടമയൊക്കെ ഉള്ളത് അവരെയൊക്കെ ശരീര പരിശോധന നടത്തുകയും അവർ ആയുധങ്ങളിലൊന്നും അവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് സഹായിക്കുന്ന മറ്റേതെങ്കിലും മരുന്നോ ഒന്നും അവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അവർ ആയുധമാക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ അടുത്തില്ല, ഇതൊക്കെ ഉറപ്പാക്കി അവരെ ഒരു പ്രത്യേക സ്ഥാനത്ത് സുരക്ഷിതമായി ഇരുത്തിയിട്ടൊക്കെയാണ് സാധാരണ റെയ്ഡ് നടക്കുന്നത്. അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി നിൽക്കുമ്പോഴും പൂർണ്ണമായും അവരേതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പലതരത്തിൽ പ്രതികരിക്കാം. അത്തരമൊരു സമ്മർദ്ദാവസ്ഥയിൽ ഈ പല സാധാരണക്കാരൊക്കെ ആണെങ്കിൽ വളരെ രീതിയിൽ അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ശ്രീ സനൽ ആണ്, ഹരിപ്പാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സനൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായ, നമ്മളിപ്പോൾ പുറത്തു വന്നല്ല അതിനപ്പുറത്തെ മറ്റെന്തെങ്കിലും ഒരു കാരണം ഈ മരണത്തിന് പിന്നിൽ ഉണ്ടാവുമോ? സാർ, ഈ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ കടുത്ത സമ്മർദ്ദം നേരിട്ട് കാണും. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിഷയമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. നേരത്തെ നമ്മുടെ സാറ് ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ച പോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥർ ഒരിടത്ത് പരിശോധിക്കാൻ വരുമ്പോൾ അവരാണ് ഞങ്ങളുടെ മുകളിൽ വലിയ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ പല ഉദ്യോഗസ്ഥന്മാരും വെച്ചു പുലർത്തുന്നുണ്ട്. അത് നമ്മുടെ വിജിലൻസിൽ പോലും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുന്നത്. അതിപ്പോഴും എല്ലായിടത്തും തന്നെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കേന്ദ്ര ഏജൻസികളെ ഭരണകൂടങ്ങൾ അവരുടെ താല്പര്യത്തിന് വിനിയോഗിക്കുന്ന കാലത്തോളം അവരുടെ താല്പര്യങ്ങൾ നിൽക്കാത്തവരെല്ലാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ടാക്സുകൾ നടക്കാറുണ്ട്. ഇത്രയും പല പ്രാവശ്യമാണ് നമ്മുടെ ഇവിടെ രാജ്യത്ത് പല റെയ്ഡുകൾ നടത്തിയെങ്കിലും ഇന്ന് വരെ കേസ് എടുത്തത് പോലും ഒരു കേസും, ആ കേസ് എടുത്തവരൊക്കെ ഇന്ന് രാഷ്ട്രീയം മാറി അവര് ഭരണകൂടത്തിന്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അവരുടെ കേസ് ഇല്ലാതായ ചരിത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം, അത് വ്യക്തിപരമായല്ല, ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, സാബു എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു വലിയ മുതലാളി, അദ്ദേഹം ഇത്രയും നാള് ജനങ്ങളുടെ കൂടെയാണ്, ഞാൻ അവരുടെ കൂടെ കിടന്നുറങ്ങുകയാണ്, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് പറയുന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ ഈ വിഷയത്തിൽ തന്നെ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.